ഒരു പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്, അത് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് ഏത് സ്ഥാപനങ്ങളിലൂടെയാണ് ചെയ്യേണ്ടത്, അതിലുള്ള കരിയർ സാധ്യതകൾ എന്താണ്, ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന സാലറി എന്താണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാം, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നൊക്കെ ധാരാളം കുട്ടികൾ അവരുടെ നിരന്തരമായിട്ടുള്ള സംശയങ്ങളായിട്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. നമസ്കാരം, ഞാൻ ജോണി ജോസഫ്, EME എന്ന് പറയുന്ന SAP പാർട്ണർ വൈസ് പ്രസിഡന്റ്. എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന EME ഇന്ന് കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് SAP എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ കൊടുത്തു വരുന്നൊരു സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് കുട്ടികൾ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, എസ്പെഷ്യലി BCom, BBA പോലെയുള്ള കോഴ്സുകൾ, MBA, അതുപോലെ MCom പോലെയുള്ള PG ഇതൊക്കെ കഴിഞ്ഞിട്ടും, അതുപോലെ തന്നെ BTechൽ പല രീതിയിലുള്ള കോഴ്സുകൾ, BTechൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് SAP എന്ന് പറയുന്ന ടെക്നോളജിയിൽ വന്നിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് അവരുടെ കരിയറിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം ഇന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് SAPയുടെ ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ എറണാകുളത്ത് കൊടുത്തു വരുന്ന ഒരു SAPയുടെ പ്രോമിനൻറ്റ് പാർട്ട്ണർ കൂടെയാണ്. അപ്പോൾ ഈ ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാം, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നൊക്കെ ധാരാളം കുട്ടികൾ അവരുടെ നിരന്തരമായിട്ടുള്ള സംശയങ്ങളായിട്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സമാധാനവുമായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് ചെയ്യുന്നത്. യൂട്യൂബിൽ ഇത്തരത്തിൽ SAPയെക്കുറിച്ച് ഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതിനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് SAPയിൽ ഏത് രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്, അത് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് ഏത് സ്ഥാപനങ്ങളിലൂടെയാണ് ചെയ്യേണ്ടത്, അതിലുള്ള കരിയർ സാധ്യതകൾ എന്താണ്, ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന സാലറി എന്താണ്, ഇത്തരത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ EME ഗ്ലോബൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ചാനലിൻ്റെ പ്രയോജനം എടുക്കാനും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി മുമ്പോട്ട് പറയുമ്പോൾ ഈ എൻഡ് യൂസർ ലെവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു പ്രിലിമിനറി ലെവൽ നോളജ് അല്ലെങ്കിൽ SAPയുടെ ഒരു ഓവർവ്യൂ ലെവൽ നോളജ് മാത്രം മതിയെന്നും, അല്ലെങ്കിൽ ഒരു ചെറുകിട കമ്പനികളിലൊക്കെ ജോലി ചെയ്താൽ മതി, ആസ് എ അക്കൗണ്ടൻറ്റ്, ആസ് എ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ നമ്മൾക്കൊരു വെയർ ഹൗസുകളിൽ, ലോജിസ്റ്റിക്സ് കമ്പനികളിൽ ഒക്കെയാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ ഒരു ഓപ്പറേഷണൽ നോളജ് വേണമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം മാത്രമാണ് ഈ എൻഡ് യൂസർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇന്ത്യയിൽ തന്നെ SAP ഇന്ത്യ കൊടുത്തു വരുന്ന ലൈസൻസ് ഈ EME പോലെയുള്ള പാർട്ട്ണറിൽ നിന്നും വാങ്ങിയിട്ട് ധാരാളം കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അത് ഓതൻറ്റിക്കായിട്ട് SAPയുടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കസ്റ്റമർ ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന ഒരു ലൈസൻസും സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. നാളെ ഒരു വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഓതൻറ്റിക് സർട്ടിഫിക്കേഷൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്നും എൻഡ് യൂസർ ലെവൽ ട്രെയിനിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതും സർട്ടിഫിക്കേഷൻ എടുക്കാവുന്നതുമാണ്. ഇനി SAPയുടെ ഒരു കൺസൾട്ടിങ് ലെവൽ പ്രോഗ്രാം പഠിക്കണമെങ്കിൽ, അതിൻ്റെ ഒരു ഗ്ലോബലി സർട്ടിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു SAPയുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രോമിനൻറ്റ് പാർട്ട്ണറെയാണ്. SAP പാർട്ട്ണർ ആണോ എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തുക. അവർ ഒരു പ്രൊഫഷണൽ ലൈസൻസ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള SAPയുടെ ലൈസൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് മൾട്ടിപ്പിൾ മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ കംപ്ലീറ്റ് ഹെൽപ്പുകളോടുകൂടി ചെയ്യിച്ച് നിങ്ങളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഗ്ലോബലി പ്രൊഫഷണൽ ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ SAP കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം. തീർച്ചയായിട്ടും SAPയുടെ ഒരു കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് കോസ്റ്റ്ലി ആയിരിക്കും. മറ്റുള്ള ഈ എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു 35,000-നും 50,000-നും ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിങ് കോഴ്സിൻ്റെ കൂടെയോ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സിൻ്റെ കൂടെയോ ഒക്കെ ഒരു ആഡ് ഓൺ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഈ എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളൊരു സംശയം വേണ്ട. പക്ഷേ SAPയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എൻഡ് യൂസറിനെ അല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം പഠിച്ച് ഒരു 2 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷമോ ഒക്കെ ഫീസുള്ള ഒരു വലിയ കോഴ്സായിട്ട് കൊടുക്കുന്ന ഒരു പ്രോമിനൻറ്റ് പാർട്ട്ണർ എടുക്കലാണ് അത് ചെയ്യേണ്ടത്. കാരണം അത് നിലവിൽ ഒരുപാട്
ലൈസൻസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിലവിൽ നല്ല ഫീസുള്ള ഒരു കോഴ്സും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് വരും, ചില ആളുകൾ 50,000 പറയുന്നു, ചിലർ 30,000 പറയുന്നു, ചിലർ 1,00,000 പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഫീസ് ഡിഫറൻസ് ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ഒരു കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം ഓതന്റിക് ആയിട്ടൊരു പാർട്ട്ണർ എടുക്കൽ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അത് എപ്പോഴും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫീസ് ആയിരിക്കും, SAP നിഷ്കർഷിച്ചിരിക്കുന്ന ഫീസ് ആയിരിക്കും. അതിനകത്തൊരു ലൈസൻസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് ഫാക്കൽറ്റി തരുന്ന ഒരു പാർട്ട്ണർ കമ്പനിയിലായിരിക്കണം പഠിക്കേണ്ടി വരിക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഡൗട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും EMEയിൽ ബന്ധപ്പെടാം. EME ഇന്ന് ഓൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കൊടുത്തു വരുന്ന SAPയുടെ പ്രോമിനന്റ് പാർട്ട്ണറാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICMA, അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റ് ടൂൾ ട്രെയിനിങ്, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് റൂട്രോണിക്സ്, ഇത്തരത്തിലൊക്കെയുള്ള ഏറ്റവും മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് EMEയിൽ നിന്നാണ് ലൈസൻസും സർട്ടിഫിക്കേഷൻസും കൊടുത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. ഇനി നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കുട്ടികളല്ല എങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഓതന്റിക് ആയിട്ട് ഈ കോഴ്സുകളൊക്കെ കൊടുക്കാൻ, എസ്പെഷ്യലി എൻഡ് യൂസർ പ്രോഗ്രാം ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനും EMEയെ ബന്ധപ്പെടാം. അപ്പോൾ ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് ഓതന്റിക് ആയിട്ട് കൊടുക്കുകയും SAPയുടെ ഒരു ലിസ്റ്റഡ് കസ്റ്റമറായി അവരുടെ ഒരു പ്രോമിനൻ്റ് പാർട്ട്ണറായിട്ട് ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് അവരുടെ കംപ്ലീറ്റ് പബ്ലിസിറ്റികളൊക്കെ കൊടുക്കത്തക്കതിലുള്ള പ്രാധാന്യത്തോട് കൂടി തന്നെ ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് EMEയെ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഡൗട്ടുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ പേഴ്സണലി വിളിച്ച് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് തരണമെങ്കിൽ അതിനും സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ കാണാനായിട്ട് വീണ്ടും EMEയുടെ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരമായി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.